എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ ഊണിൻ്റെ കുറച്ച് റെസിപ്പികളുമായിട്ടാണ്. നമ്മൾ മലയാളികൾക്കൊക്കെ ഇഷ്ടമാകുന്ന രീതിയിലുള്ള കറികൾ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ഊണിൽ ഉള്ളത്. നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള നാടൻ ലഞ്ച് മെനു കുറേ നാളുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം. പ്ലേലിസ്റ്റായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസ് ഒന്നും കിട്ടില്ല. മീനൊക്കെ മിക്കവാറും ഒരേ ടൈപ്പിലുള്ള മീനൊക്കെ ആയിരിക്കും കിട്ടുന്നത്. നല്ല മീൻ കിട്ടുമ്പോൾ നമ്മൾ പിന്നെ അതേ വാങ്ങിക്കുള്ളൂ. അതുപോലെ നാട്ടിൽ കിട്ടുന്ന ചില ഐറ്റംസൊക്കെ നമ്മൾ പാക്കറ്റുകളിൽ ഫ്രീസ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ ഡെയിലി ഡിലൈറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നല്ലതാണ്. നാട്ടിൽ കിട്ടുന്ന ഇവിടെ കിട്ടാത്ത പച്ചക്കറികളൊക്കെ ഫ്രീസ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ ഇടിച്ചക്ക വെച്ചിട്ടുള്ളൊരു തോരൻ നമ്മളിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇടിച്ചക്ക പാക്കറ്റിൽ വരുന്നത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. പക്ഷേ ഇത്തവണ നമ്മൾ തുറന്നപ്പം ഇതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഇടിച്ചക്കയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രോസൺ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ആവി കയറ്റിയിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ ആവി കയറ്റാനായിട്ട് നമ്മളൊരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇടിച്ചക്ക അതിലേക്കിട്ട് ആവി കയറ്റിയെടുക്കാം. നമ്മൾ ഇടിച്ചക്ക തോരൻ്റെ റെസിപ്പി വിശദമായിട്ട് ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം. എങ്കിലും ഇതിൽ ഞാൻ വിശദമായിട്ടത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആവി കയറ്റുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ മതി. അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും നമുക്ക് പാക്കറ്റുകളിൽ കിട്ടും. ഒരു പാക്കിൽ 4 ഇതുപോലെയുള്ള ചെറിയ പാക്കുകളാണ് വന്നിട്ടുള്ളത്. ഒരു പാക്ക് എന്ന് പറയുന്നത് 100 ഗ്രാമാണ്. മീൻകറി വെക്കാനായിട്ടുള്ള കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി മീൻ വെട്ടാം. അപ്പോൾ മീൻ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് നാളായി നമ്മളങ്ങനെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഈ മീൻ വന്നിട്ട് ഫ്രോസൺ മീനാണ്. പക്ഷേ ഇത് സാധാരണ ഫ്രോസൺ മീനിനെ പോലെയല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റാണ്. കാരണം ഇത് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ടാണ് അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മേടിക്കുമ്പോൾ നല്ലതായിട്ട് ഉള്ള ഫ്രഷ് ആയിട്ടുള്ള മീനായിരിക്കും. അപ്പോൾ നമ്മൾ മീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി തേങ്ങ അരച്ചിട്ടുള്ള ഒരു ഈസി മീൻ കറിയാണ്. നമ്മൾ ആ എടുത്ത പാക്കറ്റ് തേങ്ങ യുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയുടെ അത്രയും വേണ്ട, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തു. ഒരു നുള്ള് ഉലുവാപ്പൊടി. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ളൊരു മീൻ പച്ചക്കറിയുടെ റെസിപ്പിയാണ്. ഇനി അതേ മിക്സിയുടെ ജാറ് കഴുകിയതിന് ശേഷം നമ്മൾ ഈ മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. അപ്പം ഞാൻ ഓഫീസൊക്കെ ഉള്ള ദിവസം തലേദിവസം തന്നെ നമ്മൾ അടുത്ത ദിവസത്തേക്കുള്ള ലഞ്ച് തയ്യാറാക്കി വെക്കും. അപ്പോൾ അങ്ങനെ വൈകിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ലഞ്ചിൻ്റെ ഒരു മെനു ആണിത്. ഇതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണം. പിന്നെ നമ്മൾ ചട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അടുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ടൊരു ഹോട്ട് പ്ലേറ്റ് അടുപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് നമ്മുടെ കോട്ടയം മീൻകറിയുടെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട്. ലിങ്കൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തൊരു കണ്ടു നോക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഇടിച്ചക്ക ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇടിച്ചക്ക സാധാരണ നമ്മളിങ്ങനെ ആക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേപോലെ നന്നായിട്ട് കിട്ടും. പക്ഷേ എനിക്ക് മിക്സിയൊക്കെ എടുക്കാനായിട്ട് മടിയാണ്. അതുകൊണ്ട് ഞാൻ കൈവച്ചിട്ട് ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടിച്ചക്കയ്ക്ക് നമ്മൾ മിക്സിയിൽ കറക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ കറ അതിൽ വരുന്നതുകൊണ്ട് കഴിയാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഞാൻ ഇടിച്ചക്ക ഒന്നും മിക്സിയിൽ അങ്ങനെ ഇടാറില്ല. പിന്നെ ഇതിനേക്ക് വേണ്ടിയിട്ട് അരപ്പിന് 2 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയ ജീരകം, അത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക. അതുപോലെ തന്നെ തോരന് അരയ്ക്കാനായിട്ട് മിക്സി എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാനിതുപോലെ ചതച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ നേരത്തെ എടുത്ത തേങ്ങയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മൈക്രോവേവ് ചെയ്ത് എടുത്താണ് തേങ്ങ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പും റെഡിയായി. ഇനി ഇതെങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുകും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ഇടിച്ചക്ക തോരനായാലും ചീരത്തോരനായാലും അതിൻ്റെയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിക്ക് പകരം സവാളയാണ് എടുത്തിരിക്കുന്നത്, വറ്റൽമുളകും കറിവേപ്പിലയും. ചെറിയ ഉള്ളിയൊക്കെ വല്ലപ്പോഴും ആണ് ഇവിടെ കിട്ടുന്നത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് നമ്മുടെ നാടൻ പച്ചക്കറികൾ വരുന്നത്. സ്പൈസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞ ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നത്. പിന്നെ ഇവിടെ അടുത്തൊരു കടയുമുണ്ട്, ഇന്ത്യൻ ഷോപ്പ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയും അതുപോലെ തന്നെ
അരപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇടിച്ചക്ക ഓൾറെഡി വെന്തതാണ്, അതുകൊണ്ട് ആണ് അരപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്തത്. അടച്ചു വെച്ച് ചെറുതീയിലിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് ചിക്കി തോത്തിയെടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയം മീൻ കറിയും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് യെല്ലോ പോംഫ്രെറ്റ് എന്ന് പറഞ്ഞ മീനാണ്. അപ്പം നിങ്ങളിപ്പം സ്വീഡിലൊക്കെ ഉള്ളവർ വാങ്ങിക്കുമ്പോൾ ഈ മീൻ കണ്ടാൽ വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. സാധാരണ ഫ്രോസൺ ഫിഷിൻ്റെ ടേസ്റ്റ് അല്ല. ഈ വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി അല്ല നമ്മൾ എടുത്തിരിക്കുന്ന സവാളയാണ്, ഒന്ന് താളിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഉടനെ തന്നെ അടച്ചു വെക്കുക. അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രം ഇത് തുറന്ന് നോക്കുക. ഇനി നമ്മൾ ഒരു മോരുകറിയും ഒരു മീൻ വറുത്തതും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി നമ്മൾ മോരുണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈര്, നമുക്ക് യോഗേർട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള തൈരാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള തൈരാണ്. ഇതിലേക്ക് അത്രയും തന്നെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ തൈര് കിട്ടും. അല്ലാതെ നമ്മൾ കട്ടിയുള്ള യോഗേർട്ട് അങ്ങനെയും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ ലൂസായിട്ടുള്ള തൈര് വെച്ചിട്ട് മോരുണ്ടാക്കുന്നതാണ്. ഇതിനാണെങ്കിൽ അത്യാവശ്യം പുളിയുമുണ്ട്. ഇതിലേക്ക് ഒരു 1-1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു ചെറിയൊരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ചെറിയ ജീരകം, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നിന്നും 1 ടീസ്പൂൺ, പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ മോരുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി കൂടെ വഴറ്റിയിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മോരിന് നല്ല പുളി കിട്ടും. പുളിയില്ലാത്ത മോരൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം പുളിയുള്ള മോരാണ്, അതുകൊണ്ട് ഞാൻ തക്കാളി ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മോര് ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ മീൻ വറക്കാൻ പോവാണ്. ഈ മീൻ എന്ന് പറയുന്നതും നമ്മൾ ഫ്രോസൺ ഫിഷാണ്. ഇതും ഡെയിലി ഡിലൈറ്റിൻ്റെ തന്നെ ഫിഷാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ ഇന്ത്യൻ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ നെയ്മീനൊക്കെ കട്ട് ചെയ്തത് ഫ്രോസൺ വാങ്ങിക്കുമ്പം അത്ര ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് ഫീൽ ചെയ്യാറില്ല. പക്ഷേ ഇത് അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ളൊരു എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടുള്ള നെയ്മീനാണ്. അപ്പോൾ ഇത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വാങ്ങിക്കുക. അതുപോലെ ഓരോ ഐറ്റംസും ഈ ഓൺലൈൻ ഷോപ്പിൽ എപ്പോഴും ഒരേ ഐറ്റംസ് അങ്ങനെ കിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി. നമ്മൾ ഈ മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു കഷ്ണം നാരങ്ങയുടെ നീര്, പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. നാരങ്ങയുടെ ഒരു അരി ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. നമ്മളിന്ന് എയർ ഫ്രയറിലാണ് മീൻ പൊരിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എയർ ഫ്രയറിൻ്റെ വീഡിയോയിൽ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എണ്ണ ചേർത്തെങ്കിൽ മാത്രമേ ഇത് നമുക്കതിൽ ഫ്രൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഒട്ടും തന്നെ എണ്ണയില്ലാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ എണ്ണ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മീനങ്ങ് ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് തന്നെ കോട്ട് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കുന്നത് നല്ലതാണ്. ലാസ്റ്റ് മിനിറ്റിലാണ് ഞാനിത് വറക്കാനായിട്ട് തീരുമാനിച്ചത്. നമ്മൾ എയർ ഫ്രയർ പിന്നെ കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ചവിടെ സൈഡിൽ പറ്റിയിരിപ്പുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിലാണ് നമ്മൾ മീൻ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഹോളുള്ള ബട്ടർ പേപ്പർ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രില്ലിൽ ഒട്ടിപ്പിടിക്കില്ല.
അപ്പോൾ ഇത് വന്നിട്ട് 200 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം മീൻ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മുടെ കറികളെല്ലാം റെഡിയായി. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ചോറ് മട്ടേരിയാണ്. മട്ടേരി ഞാൻ കുക്കറിൽ അങ്ങനെ വെക്കാറില്ല. ഇവിടെ കുക്കറിൽ വെക്കുന്ന ചോറത്ര ഇഷ്ടമല്ല ആർക്കും. അതുപോലെ തന്നെ ഈ അരി നമ്മളിപ്പോൾ കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ അളിഞ്ഞു പോകുന്നൊരു ടൈപ്പ് അരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് കുതിർക്കാനായിട്ട് കുറച്ച് നേരം വെക്കും. അതിന് ശേഷമാണ് ചോറാക്കി എടുക്കുന്നത്. നമ്മൾ ഡബിൾ ഹോഴ്സിൻ്റെ വടിമട്ടയാണ് അരി. ബേസിക് കുക്കിംഗ് സീരീസിൽ നമ്മൾ ചോറ് വെക്കുന്നത് ബസ്മതി അരി വെക്കുന്നതാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി മട്ട അരി വെക്കുന്ന വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മറക്കാതെ കാണാം. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, ഓഫീസിലൊക്കെ പോകുന്നവർക്ക് തലേദിവസമൊക്കെ റെഡിയാക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ലഞ്ച് മെനു ആണ് നമ്മളിന്ന് കാണിച്ചത്. അപ്പോൾ നമ്മൾ തലേദിവസം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആകുമ്പം നമുക്ക് കഴിച്ചാൽ മതി. അപ്പോൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയാലും നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഒട്ടും തന്നെ സമയം കിട്ടാറില്ല. അപ്പോൾ തലേദിവസം തന്നെയാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്